ഹലോ, ഇന്നൊരു രസം റൈസ് ഡിഷാണ്. നമ്മുടെ ദീപിക പടിക്കോണിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു രസം റൈസ്. അവർക്ക് ഏറ്റവും ഫേവറേറ്റ് ഡിഷ് രസം റൈസാണ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കണത്, അവരുടെ വെർഷൻ എങ്ങനെയാണെന്ന് കാണിക്കുകയാണ് ഞാൻ. ആദ്യം കുറച്ച് പുളിയെടുത്ത്, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയെടുത്ത് വെള്ളം ഒഴിച്ച് നല്ലോണം അതിനെ കശക്കിയിട്ട് നല്ലോണം അവിടെ ഒന്നത് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇനി ഒരു മിക്സർ ജാർ എടുത്തിട്ട് അതിലേക്ക് കുരുമുളക് ഒരു 1/2 ടീസ്പൂൺ, വളരെ കുറച്ചാണ് ഉണ്ടാക്കുന്നത്, ജീരകം 1/2 ടീസ്പൂൺ, ഉലുവ, പിന്നെ അതിലേക്ക് ഇടുന്നതാണ് തോരപ്പരിപ്പ് ഒരു 1/2 ടീസ്പൂൺ, എല്ലാം കുറച്ച് 5-6 വെളുത്തുള്ളി, പിന്നെ മല്ലി 2 ടീസ്പൂൺ, കറിവേപ്പില ഒരു 5-6 മുളക്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്യുക. എന്നിട്ട് അപ്പോഴേക്കും നമ്മുടെ പുളിവെള്ളം നന്നായി കശക്കിയിട്ട് അതിലേക്ക് 5-6 തക്കാളി മുറിച്ചിട്ടിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കടുക് പൊട്ടിക്കുക, 2-3 മുളക് ഇടുക. എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ച മസാല ഉണ്ടല്ലോ അത് അതിലേക്കിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. ഫ്രൈ ചെയ്തിട്ട് നമ്മൾ മഞ്ഞളിടും, പിന്നെ കുറച്ച് കായോടും. എന്നിട്ട് ഈ പുളിവെള്ളം ഉണ്ടല്ലോ അത് അതിലേക്ക് ഒഴിക്കുക, പുളിയും തക്കാളിയും കൂടി. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കുക. ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഓഫ് ചെയ്തിട്ട് നിറയെ മല്ലിയില ഇടുക, കറിവേപ്പില ഇടുക. എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂണ് നെയ്യിടുക. നെയ്യിട്ടാൽ അതിഗംഭീര ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ തക്കാളിയും പുളിയും കൂടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് കശക്കുക. അപ്പോൾ അത് വേഗം വേവും. ഇപ്പോൾ എൻ്റെ ഈ രസം റെഡിയായി. എന്നിട്ട് ആ നല്ല ചൂടുള്ള സമയത്ത് ചൂടായ ചോറിലേക്ക് രസം മുഴുവൻ അങ്ങോട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഉണ്ടായാലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല മഴക്കാലത്ത് അടിപൊളിയാണേ.